ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഈവൻ ഏത് വില്ലേജ് ഏത് ടൈപ്പ് ഓഫ് എൻഗേജ്മെന്റ് ആണെങ്കിലും നമ്മളത് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 7ഓളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓപ്പറേഷൻസിനെല്ലാം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന, കണക്ട് ചെയ്താൽ മനസ്സിലാവുന്ന 7ഓളം സാധനങ്ങളാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നോ പോവർട്ടി ഒബ്വിയസ്ലി ഉണ്ട്, അതുപോലെ decent work and economic growth, climate action, life in water, life under water, life on land, അതുപോലെ പാർട്ണർഷിപ്പ് ഫോർ ഗോൾസ്, പിന്നെ റെസ്പോൺസിബിൾ കൺസംഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗോൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വർക്ക്സ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസിൻ്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോറി എനിക്ക് തോന്നുന്നു ആഷിഖിന് കൃത്യമായിട്ട് വലിയ സ്റ്റോറി അറിയാം. ഏത് നിങ്ങൾക്കും ജാബിറിനെ പരിചയമുള്ളതാണ്. ജാബിർ പാരാട്ടാണ് നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഫൗണ്ടർ. ആള് ഡൽഹിയിൽ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് വന്നു. ഗാന്ധി ഫെലോഷിപ്പിന് ശേഷം നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഗാന്ധി ഫെലോഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു തോട്ടായിരുന്നു നാട്ടിൽ വരിക, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുക, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതിന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2014 ഗ്രീൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2014 സ്റ്റാർട്ട് ചെയ്ത് 3 തവണ ഗ്രീൻ ഹൗസ് കൂട്ടി പോയിട്ടുണ്ട്. കാരണം ജാബിറിനെ സംബന്ധിച്ചിടത്തോളം ജാബിറിന് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് വേസ്റ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്കും ജാബിറിൻ്റെ വീട്ടുകാർക്കും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലേറ്റർ ഓൺ ജാബിർ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു. ജാബിർ പിന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്തു. ഒരു പുതിയ മോഡലാണ് സെറ്റ് ചെയ്തത്. ഫുഡ് വേസ്റ്റ് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കളക്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം കാറ്റിൽസിനെ വാങ്ങിയിട്ട് ഈ ഫുഡ് വേസ്റ്റിൽ നിന്ന് അവരെ ഫീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഇക്കോണമി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബട്ട് അത് ആ സമയത്ത് ഒരു 2-3 മന്ത്സേ ഓടിയിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്തു. പിന്നീട് വീണ്ടും ഡയറക്റ്റ് ജാബിർ തന്നെ വീടുകളിൽ നിന്ന് ഇപ്പോൾ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത് പോലെ വീടുകളിൽ നിന്ന് ജാബിർ കളക്ട് ചെയ്തു. അത് പ്രോസസ്സ് ചെയ്ത് അവരെന്നെ തരംതിരിച്ചു, അവരെന്നെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ ഏകദേശം 1 വർഷത്തോളം അവർ വർക്ക് ചെയ്തു. അതും ഇതുപോലെ എന്താ പറയുക, കൂടുതൽ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാതെ ആയപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ഒരു ഏണിങ്സ് ഒന്നും ഇല്ലാണ്ടായപ്പോൾ ജാബിർ ഒരു ബ്രേക്ക് എടുത്തു, ടീച്ചിങ്ങിന് പോയി. ടീച്ചിങ്ങിന് ശേഷം വീണ്ടും ഈ ആഗ്രഹം മനസ്സിലേക്ക് കടന്നതായപ്പോൾ ഒരുപാട് ആളുകൾ, കുറച്ച് ഫ്രണ്ട്സിനെ കൂടി കൂട്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഗ്രീൻ ഹൗസിലേക്കുള്ള വളർച്ച സ്റ്റാർട്ട് ചെയ്തത്. 2018 തൊട്ടാണ് പഞ്ചായത്തുകളുമായിട്ട് ലേറ്റർ 2021 ആണ് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് LSCസുമായിട്ട് ഹൈപ്പ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തു. നമ്മൾ ആദ്യത്തെ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ട താമരശ്ശേരി പ്രോജക്റ്റ്. പിന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആണ് കാര്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ കോവിഡിന് മുന്നേയും ശേഷം നമ്മൾ പോസ്റ്റ് കോവിഡ്, പ്രീ കോവിഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്കും ഒരു 2 ഫേസ് ആയിരുന്നു. പിന്നെ ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത് ആഫ്റ്റർ പോസ്റ്റ് കോവിഡിന് ശേഷം എന്ന് പറയുന്നത് നമുക്കൊരു എൻട്രി ആക്ച്വലി ഈ ഒരു സെക്ടറിലേക്ക് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം LSCs ആണെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ നമുക്കും അത് യൂസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 120 വില്ലേജസുമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഉണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള മുഴുവൻ ജില്ലകളിലും നമുക്ക് മിനിമം ഒരു പ്രോജക്റ്റിലും ഒരു എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിലവിലെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സോ 2021 നമ്മൾ പിന്നെ വില്ലേജസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ അത്ര ഒരു വലിയ ടീമായിരുന്നില്ല. ജസ്റ്റ് ഒരു 10 മെമ്പേഴ്സിൻ്റെ ടീമായിരുന്നു 2021 വരെ. അതിനുശേഷം ഓരോ ഇയറിലും ആളുകൾ ഏകദേശം അഡ്മിൻ സ്റ്റാഫുകളായിട്ട് 100 പേരുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട്. കേരളത്തിൽ മാത്രമല്ല, ആൻഡമാൻ നിക്കോബാർ, അതേപോലെ ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി നമ്മളൊരു കോസ്റ്റൽ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്, കോസ്റ്റൽ ബെൽറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേരളം ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. അപ്പം ഈ ബേസിക്കലി നമ്മുടെ ഓഷ്യൻ ബൗണ്ട് പ്ലാസ്റ്റിക് റിക്കവർ ചെയ്യാനുള്ള ഒരു സംഭവം കൂടി. അപ്പോൾ ഇതിൻ്റെ ഒരു റവന്യൂ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആയിട്ടുള്ള പ്രോജക്റ്റ്സ് ആണ് മിക്കവാറും നമ്മളൊരു 50% നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അതിൽ 50% ഇൻകം വരുന്നത് ഇതേപോലെ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഫുൾ ടൈം പ്രോജക്റ്റ്, അതായത് നമ്മൾ ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്ന താമരശ്ശേരി പോലെയുള്ള പ്രോജക്റ്റുകൾ ഒരു 12 എണ്ണമാണ് നമുക്കുള്ളത്. ബാക്കി 110-108 പഞ്ചായത്തുകൾ നമ്മൾ ഡയറക്റ്റ് അല്ലാണ്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത്.
നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽ കിലോഗ്രാമിന് 6 മുതൽ 8 വരെ 6 രൂപ മുതൽ 8 രൂപ വരെ കിലോഗ്രാമിന് കിട്ടുന്ന രീതിയിൽ എഗ്രിമെൻ്റായി പഞ്ചായത്താണ് നമുക്ക് ആ പേയ്മെൻറ്റ് തരുന്നത്. ആക്ച്വലി നമുക്ക് ആ പേയ്മെൻറ്റ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് എൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് വരെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഡബിളാണ് ഞങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവം പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് EPR, അതേപോലെ പ്ലാസ്റ്റിക് ക്രെഡിറ്റ്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് പ്രോഗ്രാംസ്. EPR എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇന്ത്യയിൽ അതിന് ഒരു പോളിസി ഉണ്ട്. ഇന്ത്യയിലെ പോളിസി കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് 3 രീതിയിലാണ് മാറി വന്നിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ വരെ നമ്മളെ പോലെയുള്ള BROs, അതായത് ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് അവർ EPR എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ 90% റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു പോളിസി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഡയറക്റ്റ് ചെയ്യല്ല ചെയ്യാൻ നമ്മളെ പോലത്തെ ഓർഗനൈസേഷനെ ഏൽപ്പിച്ചിട്ട് നമ്മളത് റിക്കവർ ചെയ്ത് കൊടുക്കുന്നു, അതിന് ക്രെഡിറ്റ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 3 ഇയറിൽ ഇതിൻ്റെ പോളിസിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നടന്നിട്ടുണ്ട്. ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പോളിസി ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് PROs, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല, റീസൈക്കിൾ ചെയ്യുകയും പ്രോസസ്സിങ് ചെയ്യുന്ന ഏറ്റവും എൻഡിലുള്ള വാല്യൂ ചെയിനുള്ള ആളുകളെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ക്രെഡിറ്റ്സിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെയിം EPR തന്നെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾക്ക് EPR ബാധകമാണ്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഇതിന് പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വെര എന്ന് പറഞ്ഞൊരു ഏജൻസിയിൽ അത് ഇതിൻ്റെ സ്റ്റാൻഡേർഡൈസ് സെറ്റ് ചെയ്യും. ISO ഒക്കെ പോലെ ഇതിന് സ്റ്റാൻഡർഡൈസേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ വെരയുടെ പ്രോജക്ട്സ് വെരയിൽ ഇപ്പോൾ നമ്മൾ ഓൺബോർഡ് ആയിട്ടുണ്ട് നമ്മുടെ കമ്പനി. അപ്പോൾ ഇതിനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന നമുക്കിടയിൽ നിൽക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് ക്രെഡിറ്റ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, റീപർപ്പസ് പോലെയുള്ള, ക്ലീൻ ഹബ് പോലെയുള്ള, APW അലയൻസ് ടു പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറഞ്ഞ ഏജൻസി, ഇങ്ങനത്തെ ഏജൻസീസിനാണ് നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ പ്ലാസ്റ്റിക് ക്രെഡിറ്റ്സ് അവരുമായി വർക്ക് ചെയ്യുന്നു. ആ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെയാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നത്. അറിയാലോ, ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു പ്രോജക്ട്സ് അവിടുന്ന് ഫണ്ട് വരിക, അതിൻ്റെ മണി ഫ്ലോ ഭയങ്കര ഇഷ്യൂ ആണ് ഞങ്ങൾക്ക്. അപ്പോൾ പ്ലാസ്റ്റിക് ക്രെഡിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം നമ്മൾ ഒരുപാട് മറ്റ് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. സർവീസിൽ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്സ് ആയിട്ട് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിരുന്നത് കുടുംബശ്രീ മിഷൻ ത്രൂ ഹരിത കർമ്മസേനയ്ക്ക് ട്രെയിനിങ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ടീമായിട്ട് വർക്ക് ചെയ്തു. 3 ഡേ ട്രെയിനിങ്സ് മുഴുവൻ പഞ്ചായത്തുകൾ കൊടുത്തിരുന്നു. ഒരു 3 ജില്ലകളിൽ നമ്മൾ അതിൻ്റെ ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ റീസൈക്ലിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പോളിസി ഫ്രെയിംവർക്കിൽ റീസൈക്ലേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റീസൈക്ലിങ്ങിലേക്ക് കടന്നിട്ട് അതിൻ്റെ പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ. നമുക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. ആക്ച്വലി നമ്മളൊരു ഡയറക്ടർ വരാനിരിക്കുന്നതാണ്. പക്ഷേ 4 ഡയറക്ടർമാരുള്ള 2 പേര് പുറത്തായതുകൊണ്ട് മീറ്റിങ്ങുള്ളതുകൊണ്ടാണ് വരാൻ വേണ്ടിയിട്ട്. കമ്പനിയിലേക്ക് തിരിച്ചേക്ക് പറയില്ല, അവരെന്താ ചെയ്യുന്നത്? എങ്ങനെ സാധനങ്ങൾ അതേ കമ്പനിയിലേക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഇതിനെ നമ്മൾ ക്രെഡിറ്റേഴ്സിലാണ് ചെയ്യുന്നത്. അതായത് ഇത് ആക്ച്വലി നമ്മൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ വെറുതെ വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന ഇതെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ് ഫ്രം ദി സോഴ്സ്. അതായത് വീട്ടിൽ നിന്ന് എടുക്കുന്നത് മുതൽ ഇത് ഏറ്റവും എന്തിന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് വരെയുള്ള സാധനങ്ങൾ A to Z ഡോക്യുമെൻറ്റഡ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ട ഒരു ക്വാണ്ടിറ്റിയുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഒരു മാസം വന്ന് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ പ്രോസസ്സ് ചെയ്തു എന്നുള്ളത് കൃത്യമായി എനിക്ക് ഡോക്യുമെൻറ്റ്സ് വെച്ച് പറഞ്ഞുതരാൻ കഴിയും. ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, ഒരു 13 ഡോക്യുമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഫ്രം ദി ബിഗിനിങ് അത് ഹരിതകർമ്മസേന വീടുകളിൽ എടുക്കുമ്പോൾ എടുക്കുന്ന പേയ്മെൻറ്റ്, അതിൻ്റെ ഫോട്ടോ, അത് ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ, എടുക്കുന്ന ഫോട്ടോ, അതും ജിയോ ടാഗ് ഫോട്ടോസാണ്. അതെടുത്ത് ഇവിടെ വന്ന് അതെടുത്ത് വരുമ്പോൾ വെയ് ചെയ്യും, വെയ് ബില്ല് ഉണ്ടാവും. അത് വെയ് ബില്ല് ഇവിടെ വന്ന് അൺലോഡ് ചെയ്യുന്ന സമയത്ത് അൺലോഡിങ്ങിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും. അത് ഇവിടെ തന്നെയാണ് അൺലോഡ് ചെയ്തതെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതും ജിയോ ടാഗ് ഫോട്ടോസാണ്. ശേഷം അതിവിടെ പ്രോസസ്സ് ചെയ്ത് ഏത് ബെൽറ്റിലാണ് അത് പോയിട്ടുള്ളത്, ഏത് ബെൽറ്റിലാണ് സോർട്ട് ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യമായിട്ട് പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം സോർട്ട് ചെയ്ത്
വെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ക്വാണ്ടിറ്റി വെയിൽ നമ്പർ സാധനങ്ങളൊക്കെ കിട്ടും. അത് ഏത് വണ്ടിയിലാണ് ഔട്ട് പോയിട്ടുള്ളത് അറിയാൻ പറ്റും. അതിന് ഡെലിവറി ചെല്ലാനും അതേപോലെ വേ ബില്ല് വെയിൽ സാധനം കിട്ടും. അത് കൊണ്ടുപോയി സിമെൻറ്റ് പ്ലാന്റിൽ അൺലോഡ് ചെയ്യുന്ന സമയത്ത് അൺലോഡിങ് അക്നോളജ്മെൻറ്റ് ആ CPC പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്ലാൻ നമുക്ക് തരും. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പ്രോസസ്സിങ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അക്നോളജ്മെൻറ്റ് ഗവൺമെൻറ് ഈ സിമെൻറ്റ് പ്ലാന്റുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങനെ പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് അത് ക്രെഡിറ്റൈസ് ചെയ്യണം. ഈ ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ ഇത്രയും മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ക്രെഡിറ്റൈസ് ചെയ്യും. പിന്നെ ഡബിൾ കൗണ്ടിൻ്റെ ഇഷ്യൂ വരുന്നത് EPRന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, 90% കളക്ട് ചെയ്യണം കമ്പനിയുടെ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിപ്പം പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ക്രെഡിറ്റ്സും ചെയ്താൽ ഡബിൾ കൗണ്ട് ഇല്ല. EPR അത് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയും അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാസം 5000 ടൺസ് മെട്രിക് ടൺ സാധനങ്ങൾ മെറ്റീരിയൽ നമ്മൾ വിവിധ പ്ലാന്റുകളായിട്ട് പ്രോസസ് ചേച്ചി മോളിലാണ് മേലെയാണ് ബാഗ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. 5000 ടൺസിൽ ഇത് പിന്നെ നമ്മൾ വിഭജിച്ച് പോകും. ഒരു 500 ടൺസ് ആയിരിക്കും ചിലപ്പോൾ EPRന്റെ ഓർഡർ ഞങ്ങൾക്ക് ഉണ്ടാവും. ആ 500 ടൺസ് അവർക്ക് പോകും. ഒരു 2000 ടൺസ് നമുക്ക് APWയുടെ ഓർഡർ ഉണ്ടെങ്കിൽ അവർക്ക് പോകും. റീപർപ്പസിന് ഒരു 2000 ടൺസ് ഉണ്ടെങ്കിൽ ഇത് സ്പ്ലിറ്റ് ആയിരിക്കും. സാർ, ഈ വേസ്റ്റ് നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെയാണ് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പറയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്? ഇതിൽ ഏറ്റവും വേറെ മിനിമം നമുക്ക് വേണ്ടത് ഫുഡ് വേസ്റ്റ് മിക്സ് ആവാണ്ട് വരികയാണ്. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ കാര്യം ചെയ്ത് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുഡ് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചളി വേണ്ട സാധനം അപ്പം വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും സെപ്പറേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നതൊക്കെ ആഡ് ആണ്. നമുക്ക് അത്രയും കോസ്റ്റ് ഇവിടെ കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് കുറയ്ക്കാന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ നമുക്ക് എംപ്ലോയ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് സോഷ്യൽ ആസ്പെക്ട് നോക്കുമ്പോൾ വേറൊരു വശമുണ്ട്. അപ്പം മാക്സിമം ഇപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ 17 എത്ര ഐറ്റം വേണമെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് നമുക്ക് വേറെ തിരിച്ചാൽ അത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക്. അതുപോലെ പിന്നെ HM PP LD എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് നമുക്ക്. ഇനി അല്ല പ്ലാസ്റ്റിക്സ് ഒന്നും പേപ്പറൊന്നും അതേപോലെ ബയോമെഡിക്കൽസ് ഒന്നും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ആക്ച്വലി ബയോമെഡിക്കൽസ് എടുക്കാനുള്ള റൈറ്റ് നമുക്കില്ല. കേരളത്തിൽ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ടീം മാത്രമാണ് ചെയ്യുന്നത്. ബയോമെഡിക്കൽസ് ഹസാരസ് വേസ്റ്റിലാണ്. ഈ വേസ്റ്റ് പാലക്കാടാണ് തോന്നുന്നത്. ഈ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ സാനിറ്ററി പാഡ്സും പാമ്പേഴ്സും ഇടുക എന്നുള്ളതാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ കൈകൊണ്ടാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് മുന്നിലൂടെ കടന്നു പോകുന്നതൊക്കെ ഇങ്ങനത്തെ സാനിറ്ററി പാഡ്സും ചെയ്യുന്ന സാധനങ്ങൾക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര എഡ്യൂക്കേറ്റ് ചെയ്തിട്ടും ഒരു മാറ്റം വരാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ജെല്ല് മാറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ജെല്ലോട് കൂടി എടുക്കാനുള്ള സംവിധാനം നിലവിൽ ഇപ്പോൾ ഒരു ഏജൻസി വന്നിട്ടുണ്ട്. ഏജൻസി ഒരു ഇതിന് ഇൻസിനറേഷൻ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആകെ പറയുന്നത് അതിന് ഇൻസിനറേഷൻ പ്ലാന്റ് കിടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരേ ഒരു പ്ലാന്റ് ഉള്ളത് എറണാകുളത്തുള്ളത്. അതിന് എത്രത്തോളം ഫങ്ഷനിങ് ആണ് എന്നുള്ളത് സംശയമാണ്. ഇൻസിനറേഷനിലേക്ക് ഞങ്ങൾക്ക് കിടക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റും സാധനങ്ങളൊക്കെ ഉള്ളത് ഇൻസിനറേഷൻ അപ്പോൾ നിലവിൽ ഇൻസിനറേഷൻ മാത്രമാണ് ഇതിനുള്ളൊരു. ഈ സാനിറ്ററി പാഡ്സ് മാത്രമേ ഇൻസിനറേറ്റ് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊന്നും അലൗഡ് ആവില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പം പരസ്യങ്ങളും പ്രൊഡക്ട്സ് വിൽക്കുന്നതാണ്. മറ്റേ കുറ്റി പോലത്തെ ഒരു ഇൻസിനറേറ്റർ സ്റ്റീലിൻ്റെ, അത് ശരിക്കും ലീഗലാണ്. മനസ്സിലായത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും വീടുകളിൽ കത്തിക്കാൻ പറഞ്ഞ ഇൻസിനറേറ്ററുകൾ വിൽക്കുന്നതാണ്. അത് ലീഗലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ലല്ലോ, സസ്റ്റൈനബിൾ ആണ്, പക്ഷെ ലീഗലാണ്. പക്ഷെ അതിൽ ക്രോസ് ടോക്കിംഗ് ഒഴിവാക്കുക. മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നാച്ചുറലി ഒരു 6 വീടുകളിൽ തന്നെ ഈ സോർട്ട് ചെയ്യുന്ന ബിൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതകൾ അവിടെ ഒരു ചെയ്യാൻ നമുക്ക് എന്തും നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ അത് ഇംപ്ലിമെന്റേഷൻ പാർട്ടിലേക്ക് എത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്.
ഒരു 50 രൂപ തരാൻ അവര് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അത് അറിയാം. ഇംഗ്ലീഷ് സ്റ്റേജ് ഞങ്ങൾ ഉപയോഗിച്ചതാണ്. കാരണം ഇവരുടെ സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആർക്കും അറിയണ്ട, ഞങ്ങൾ പൈസ തരണമെന്നുള്ള രീതിയിലുള്ള ഒരു ഇത് പോയത് മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ രീതിയിലാണ് ആ രീതിയിൽ ചെയ്യും. ഞങ്ങളുടെ വന്നു കഴിഞ്ഞാൽ അവർ ഉദ്യോഗസ്ഥന്മാർ വരുന്നത്, ഞങ്ങൾ മുനിസിപ്പാലിറ്റി വരുന്നതാണ്, 50 രൂപ ഞങ്ങൾ ഇതിന്റെ ആളാണ്. വളരെ അല്ല, അവരുടെ അപ്രോച്ചിൽ വിഷയമുണ്ട്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞങ്ങളെ പോലെയുള്ള ഏജൻസീസ് ഇടപെട്ടിട്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പുറമെ കാണുന്നത് പോലെയല്ല ഹുസൈനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വീട്ടുകാരായിട്ട് അപ്രോച്ച് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ 2 വീട്ടിൽ കയറിയിട്ടുണ്ടാവും, 2 വീട്ടിൽ നിന്നുള്ള അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലരും ഈ ഹുസൈനെ വേഗിലൂടെ പോയിട്ട് അവിടെ ചെറിയ കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി ചാക്കി വെച്ചിട്ടാണ് വരുന്നത്. അതിപ്പോഴും ആ ഒരു കൾച്ചറിലേക്കുള്ള ആളുകൾ നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റേജിൽ ഒരു പ്രശ്നമുണ്ട്. ഇവര് മുനിസിപ്പാലിറ്റി ആൾക്കാരാണ്, ഉദ്യോഗസ്ഥരുടെ ഭാഗമാണ് ഞങ്ങൾ. ഇതിലുള്ള ഒരു സാധനം വന്നിട്ട് ഒരുപാട് പ്രതിരോധമുണ്ടായിരുന്നു. അത് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഇതിലുണ്ടായിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ആയതുകൊണ്ട് വേസ്റ്റിന്റെ സ്വഭാവം കൂടി മൊത്തത്തിൽ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നു. സാനിറ്ററി പാഡ്സ് വരുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എന്താ ചെയ്യുക? അത് ഇപ്പൊ പോകുന്നത് റിജക്റ്റഡ് മെറ്റീരിയൽസ് ഡയറക്റ്റ് ഡെയിലാവുക ചെയ്യുന്നത്. അതായത് അത് ശരിക്കും പാടില്ലാത്തതാണ്, വേറെ ഓപ്ഷൻ ഇല്ല, അത് നമുക്ക് കുഴിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ നിലവിൽ റിജക്റ്റഡിന്റെ കൂടെ പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതിന് ഫ്ലോ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ഏജൻസി ഉണ്ട്, വീടുകളിൽ നിന്ന് അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് അതിനകത്ത് വന്ന് എടുത്ത് കൊണ്ടുപോകും. അവർ ബേസിക്കലി കൊണ്ടുപോകുന്നത് കൊച്ചിയിലേക്ക് ഇൻസ്പിറേഷൻ കിട്ടാം. നിങ്ങളുടെ പ്ലാനിൽ നിന്ന് അങ്ങോട്ട് അങ്ങനൊരു പ്ലാൻ ഇല്ല. EPR-നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ EPR റൂൾ പ്രകാരം PROസിന്റെ റോള് കുറയും. മറ്റേ പ്രൊഡ്യൂസറാണ് ഏറ്റവും റെസ്പോൺസിബിൾ, അവരുടെ പണിയാണ് ഇത് പ്രൊഡ്യൂസറല്ല, അതിന്റെ ലാസ്റ്റ് വാല്യൂ ചെയിനുള്ള ആളുകളാണ് ഈ പ്രോസസ്സിങ് ചെയ്യുന്ന അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചെയ്യുന്ന അവർക്ക് കുറച്ചുകൂടി അല്ല റെസ്പോൺസിബിലിറ്റി അല്ല, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള രീതിയിലാണ് പുതിയ ഡിസൈൻ. അതായത് ഈ പ്ലാസ്റ്റിക് റൈറ്റ്സ് അവർക്ക് കിട്ടും, നമുക്ക് കിട്ടും. നിങ്ങളുടെ റോൾ പിന്നെ മാർക്കറ്റ് റേറ്റ് കുറഞ്ഞു. നമുക്ക് ഒരു മിനിമം റേറ്റ് കിട്ടാണ്ട് നമുക്ക് ഈ സാധനങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 9 രൂപ 10 രൂപ പ്ലാസ്റ്റിക് അടിച്ച് EPR ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 3 രൂപ 75 പൈസ വരെ, വെറും 75 പൈസ വരെയൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാനുള്ള മാർക്കറ്റിന്റെ ഇടിവ് നന്നായി പോളിസി ചെയ്യുന്നതിന്റെ കാരണം. പിന്നെ അതുപോലെ കുറച്ച് ഇല്ലീഗൽ പ്ലെയേഴ്സും ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള നേരത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ടല്ലോ, അതായത് മേജർ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുക, അതായത് ഡീസെൻട്രലൈസേഷൻ മാറ്റിട്ട് സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പോളിസി നിലവിൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് അപ്പൊ LC ആയിട്ട് വർക്ക് ചെയ്യും, ലോക്കൽ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ നേരിട്ട് അതിലേക്ക് കൊടുത്തോളാം, വലിയ ബ്രാൻഡുകളിലേക്ക് കൊടുത്തോളാം. നമ്മുടെ കേരളത്തിലെ പോളിസി സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യാനല്ല നിലവിൽ നമുക്ക് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അങ്ങനെ പോകാനാണ് ഒരു ലോങ് ടൈം പ്ലാൻ കൂടുതൽ ഫോക്കസ് വന്നത് ഡീസെൻട്രലൈസ്ഡ് പ്രൊമോട്ട് ചെയ്യാൻ. ഗവൺമെന്റ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഗ്രീൻഫീൽഡുമായിട്ട് ഇടപെട്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കും. ഇപ്പോൾ നന്നായിട്ട് മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും ബെനിഫിറ്റാണ്. മോണിറ്ററിങ് നടക്കാൻ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ തുടങ്ങിയ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മൾ കണ്ടെയ്നർ ടീം എന്നാണ് അവർ വിളിക്കുന്നത്. കണ്ടെയ്നറിലാക്കുന്നു, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടുപോകുന്നു, തട്ടുന്നു. ഇതിന് വേറൊരു പ്രോസസ്സും ഇല്ല. അവർക്കിത് 3 രൂപക്ക് 2 രൂപക്കൊക്കെ പൈസ എഗ്രിമെന്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ക്വാളിറ്റിയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് മിനിമം സാധനങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അപ്പൊ അതിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? അതായത് വെറൈസ് പ്ലാറ്റ്ഫോം, അതായത് വെനാർ എന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഈ സംഭവങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് വെരിഫൈ ചെയ്ത് അവിടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമിലാണ് ഈ കൊക്കക്കോള പോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ ഈ ക്രെഡിറ്റ് വാങ്ങിയിട്ടാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരിലേക്ക് വരുന്നത്.
മനസ്സിലായി? അങ്ങനെയാണ് അതിൻ്റെ വാല്യൂഷൻ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ വേറൊരു ടീമുണ്ട്, അതാണ് ഈ റീപർപ്പസ് പോലെയുള്ള APW പോലെയുള്ള നമ്മൾ ഡയറക്റ്റ് വരെയും. അപ്പോൾ നമുക്ക് റീപർപ്പസും ഗ്രീൻഹൗസും ചേർന്നുകൊണ്ടുള്ള ഹരാക്കൽ എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ക്രെഡിറ്റ്സ് നമ്മൾ വരയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വര രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ഗ്രീൻഹൗസ്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ്സ് അതിലാണ് നമ്മൾ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അത് ത്രൂ നമുക്ക് സെല് ചെയ്യാം. ഈ വേസ്റ്റ് മെറ്റീരിയലായിട്ട് അതിൻ്റെ എന്ത് പ്രൊപ്പോർഷനാണ് ഉള്ളിൽ ഫാക്ടർ NRF ഉള്ളിൽ വരുന്ന 100% എക്സ്പെക്ട് ചെയ്തത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് വേസ്റ്റ് ആയിട്ട് പോകും? വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു 30% നമുക്ക് റീസൈക്കിൾസ് ആയിട്ട് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന എല്ലാ മെറ്റീരിയലും നമ്മൾ സെറ്റിലേക്ക് തന്നെയാണ് 70% സെറ്റിലേക്കാണ്. അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും പോകും. ഇപ്പോൾ ചെരുപ്പിന് നമുക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെരുപ്പിൻ്റെ എല്ലാ ഫ്രാക്ഷൻസും അല്ല, ചെരുപ്പിൻ്റെ ചില മെറ്റീരിയൽസിന് അത് റീസൈക്കിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടീം വന്നിട്ടുണ്ട്. അതിൽ ഈ പ്രൊഡക്ഷനിൽ വരുന്ന വേസ്റ്റുകൾ ഉണ്ടാവില്ല. നമ്മൾ ഈ കൺസ്യൂമർ വേസ്റ്റുകൾ ഉണ്ടാവില്ല, യൂസ് ചെയ്യുന്നതിന് മുമ്പ് കട്ടിങ് വേസ്റ്റുകൾ, അതിന് റീസൈക്കിൾ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ ഈ ലെതറിൽ തന്നെ ചില കാറ്റഗറി, അതുപോലെ റബ്ബറിൽ തന്നെ ചില കാറ്റഗറി, അതിന് നമ്മൾ അത് സെപ്പറേറ്റ് ആണ്. ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യും. അത് എന്താ അത് ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രോസസ്സിംഗ് ആണ് മെയിൻ. ചില സാധനങ്ങൾ, ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾ ഉദ്ദേശിച്ച ടയറുടെ കാര്യങ്ങളൊക്കെ ചെരുപ്പിലെ റബ്ബർ ചെയ്യാം. അതിന് നമുക്ക് വയബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫയൽസ് വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മിനിമം ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് നമ്മൾ സെപ്പറേറ്റ് കളക്ട് ചെയ്തു. ശരിക്കും നിങ്ങൾക്ക് DRF നമ്മുടെ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെ നമ്മൾ ഈ സ്പാഫ്, അതുപോലെ എന്താ പറയുക ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് വാങ്ങാനുള്ള അങ്ങനത്തെ ഒരു സ്റ്റോറും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോത്തിന് വേറെ തന്നെ ഫെസിലിറ്റിയാണ്. അത് നമ്മൾ 2 രീതിയിലാണ് ചെയ്തത്. അപ്സൈക്ലിങ്ങിന് പോകുന്നത് ഇതേപോലെ അപ്സൈക്കിൾസ് ആയിട്ട് വരും. നമുക്ക് 1-2 ടീമുകൾ നമ്മൾ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട്, വിദ്യാർത്ഥിലേക്ക് പോകുന്നുണ്ട്, ഡൗൺ സൈക്ലിങ്ങിന് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഇതിനെ നമ്മൾ ഈ വേസ്റ്റ് തുണികളൊക്കെ ഈ വർക്ക്ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഡൗൺ സൈക്കിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ചവിട്ടി സാധനങ്ങളൊക്കെ പല രീതിയിൽ നമ്മൾ ക്ലോത്തിന്റെ വേസ്റ്റ് സെപ്പറേറ്റ് ഡ്രൈവ് നടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരിക. ആ വേസ്റ്റ് അത് സംഭവം നമ്മൾ ഡയറക്റ്റ് DRF കൊണ്ടുപോയി അവിടെ നിന്ന് ഇതേപോലെ പ്രോസസ് ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് പല ഡിമാൻഡിലാണ്. അപ്പോൾ കളർ ബേസ്ഡ് ക്ലോത്തിന് ഡിമാൻഡ് ഉണ്ട്, മെറ്റീരിയൽ ബേസ്ഡ് കോട്ടൺ, പോളിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇതേപോലെ ഡിഫറെൻറ്റ് ഏജൻസീസിന് അതൊന്നും ചെയ്യുന്നത് സ്റ്റഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്ന് അപ്പോൾ ഈ ഒരു ജേർണി യാത്ര എന്നുള്ളത് ഹോർട്ടിക്കൾച്ചറിൽ കണക്റ്റുന്നുണ്ട്. 85 ഓർഗനൈസേഷനിൽ വരുന്ന പലവിധ ക്രൈസിസുകളെ അഭിമുഖീകരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ എക്കണോമിക്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ, അങ്ങനെ പലവിധ മേഖലകളുണ്ട്. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി വലിയൊരു ജനറസിൻ്റെ ഭാഗമാണ്. ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൂടുതലും ഒരാഴ്ച നീളുന്ന പഠനയാത്രകളും പിന്നെ 8 മാസം നീളുന്ന ഫെലോഷിപ്പാണ് നടത്തിയത്. അപ്പോൾ വികസനത്തിൻ്റെ 10ാമത്തെ ആനിവേഴ്സറി നിലയ്ക്കാണ് വികസനത്തിൻ്റെ കോൺടെക്സ്റ്റ് ആ ഒരു തീംസ് എക്സ്പ്ലോർ, അത്തരത്തിൽ തീം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഓഡിയൻസ് വേണ്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ വികസനത്തിൻ്റെതായിട്ട് ഒരു പീപ്പിൾസ് മാനിഫെസ്റ്റോ നമ്മൾ 2024 ഇലക്ഷൻ്റെ ടൈമിൽ റിലീസ് ചെയ്ത സംഗതിയാണ്. പക്ഷേ ഇലക്ഷൻ ടൈമിൽ മാത്രമല്ല നമുക്ക് പൊതുവെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ അടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് അടങ്ങിയ ഒരു മാനിഫെസ്റ്റോ ആണ്. പിന്നെ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടൊരു ഡോക്യുമെൻ്റ് ആണ് സെർച്ച് ഫോർ റാഡിക്കൽ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബദലുകളിൽ കോമൺ ആയിട്ടുള്ള മൂല്യങ്ങൾ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ഇത് പരിശോധിക്കുന്നത്. അപ്പോൾ അത് ഇത് മറ്റൊരു
ട്രാവൽസ് യൂണിവേഴ്സിറ്റി നമ്മൾ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഫെലോസ് ട്രാവൽ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുക അതിൻ്റെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഈ സമയം സ്പെൻഡ് ചെയ്യുന്നതിനും സൗകര്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആണ്. ട്രാവൽ മേബി നെക്സ്റ്റ് ടൈം എനിക്ക് വീട്ടിൽ പാട്ടാകുമ്പോൾ വളരെ സന്തോഷം. വികസനത്തിന് വേണ്ടി ഞാൻ ഗ്രീൻ ഹോംസ് സ്റ്റോറി ഒരിക്കൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോവിഡിന് ശേഷം എക്സ്ട്രോർഡിനറി വർക്ക് ഓഫ് ഓർഡിനറി പീപ്പിൾ എന്ന സീരീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഗ്രീൻ ഹോംസിന്റെ സ്റ്റോറി ഒരുപാട് സന്തോഷം വന്നതിലും കണ്ടതിലും പരിചയപ്പെടാൻ പറ്റിയത്. എല്ലാവരും പേഴ്സണലി പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഉണ്ടായിരുന്നു വൈവിധ്യമായ സൗകര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. താങ്ക് യു.